മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിയോട് പറയുന്നു. അപ്പോൾ ഞാൻ വരട്ടെ മിസ്റ്റർ സ്റ്റാലി എന്ന് ചോദിക്കും. അപ്പോൾ ആ ശരി മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ പറഞ്ഞല്ലോ താങ്കൾ എനിക്ക് വിലപ്പെട്ട അതിഥി എന്ന്. താങ്കളോളം ഇപ്പം അടുത്തൊന്നും എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല. താങ്കൾ എൻ്റെ മകൾക്ക് അച്ഛനാണ്. ഞാൻ വരും ലോക്കൽ ഗാർഡിയൻ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ വീണ്ടും പറയുന്നേ, ഇവൾ നിങ്ങൾക്കൊരു ശല്യമോ ബാധ്യതയോ ആവണമെങ്കിൽ ഒരു ഫോൺ കോൾ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ അതിന് സ്റ്റാലിൻ മറുപടി ഒന്നും പറയില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഊന്നുവടിയാണ് നിങ്ങളെ ഏൽപ്പിച്ച് പോണത് മിസ്റ്റർ. ഇനി ഞാൻ എവിടെ വീഴുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ദയനീയമായി ബാലചന്ദ്രനെ നോക്കുകയാണ് സ്റ്റാൻലി. എൻ്റെ ബാലചന്ദ്രൻ യാത്ര പറഞ്ഞിറങ്ങണ്. അലീന കരഞ്ഞുകൊണ്ട് പിന്നാലെ പോകും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മോളെ നിനക്ക് എന്ന് ചോദിക്കും. എന്തൊക്കെയോ പറയണമെന്ന് അച്ഛാ, പക്ഷേ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ അച്ഛൻ മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കണം. ഞാൻ കൃഷ്ണമോളെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നാലും അച്ഛൻ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല. പക്ഷേ അത് അച്ഛൻ്റെ 3 മക്കൾ അച്ഛൻ്റെ കൂടെ ഉണ്ട്. എന്നാലും അച്ഛൻ അവരുടെ ഭാവി നോക്കണം എന്ന് മാത്രമല്ല എന്നെ പറയുള്ളൂ. ശരി മോളെ, ഞാൻ ഇന്നിപ്പോൾ നെല്ലൂരിന്ന് പോവില്ല. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കും. ഇന്നെനിക്ക് നിന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നീ എന്നൊരു വാക്ക് വിളിച്ചാൽ മതി. 1/2 മണിക്കൂർ വണ്ടി ഓടിക്കേണ്ട ദൂരത്തിൽ ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നാളെ ഞാൻ പോകുള്ളൂ. മാത്രമല്ല ഇന്ന് എനിക്ക് ഒരുപാട് വിഷമങ്ങളുള്ള ദിവസമാണ്. ഞാൻ അവിടേക്ക് വെറുതെ കയറി ചെല്ലുമ്പോൾ കൊണ്ട് വിട്ടുമെന്ന് എൻ്റെ മക്കൾ ചോദിക്കും. അതും പാടില്ലല്ലോ എന്നും പറയുന്നു. അവർ ചിരിക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അലീന വീണ്ടും കരയും. പിന്നീട് ബാലചന്ദ്രൻ എന്തൊക്കെയോ അലീനയോട് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. സങ്കടം വന്നിട്ട് അയാൾ വേഗം വണ്ടി ഓടിച്ച് പോകണം. അലീന അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം ആൻ്റപ്പൻ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ആൻ്റപ്പനും അത് നോക്കി നിൽക്കുന്നുണ്ട്, അവർ യാത്ര പറയുന്നത് നോക്കുക. പിന്നീട് ആൻ്റപ്പ അലീനയുടെ പെട്ടി ബാഗൊക്കെ റൂമിൽ കൊണ്ടുവയ്ക്കുക പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇയാൾ എന്ന് നന്നാവും എന്നൊക്കെ ചോദിക്കും. നന്നാവും സാർ എന്ന് പറയും. ഇങ്ങോട്ട് കൊണ്ടാ മേം സാബ് എന്ന് പറയും. എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്, എൻ്റെ പേര് വിളിച്ചാൽ മതി, അലീന എന്ന്, മനസ്സിലായോ എന്ന് ചോദിക്കും. ശരി എന്ന് പറയും. ഇതൊന്നും ഞാൻ വെച്ചോളാം, ഇതിനേക്കാളും വലിയ ഭാരം ഞാൻ ചുമന്നിട്ടുണ്ട് എന്ന് പറയും. എനിക്ക് എൻ്റെ മുറി എവിടെ നിന്നൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയും. ആൻ്റെപ്പാ അത് മുറി കാണിച്ചു കൊടുക്കാനും കൂടി നീ നിന്നോട് പറഞ്ഞിട്ട് വേണം. അലീനയ്ക്ക് കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ചുരുക്കാൻ മാത്രം നമ്മുടെ സ്റ്റാൻലിക്ക് അറിയുള്ളൂ, പതുക്കെ പറയാനറിയില്ല. അങ്ങനെ അതിന് ശേഷം മുറിയിലേക്ക് കൊണ്ടുപോകണ് അലീനനെ. വലിയൊരു മുറി, വലിയ കട്ടിൽ, വലിയ അളമാരി, ഒരുപാട് പൂക്കളും ഫ്ലവേഴ്സും, അങ്ങനെ ശരിക്കും ഒരു രാജകുമാരിക്ക് താമസിക്കാൻ പറ്റിയൊരു കൊട്ടാരം. ഇതാണ് മാഡത്തിൻ്റെ മോളുടെ മുറി എന്ന് പറയും. ഇതോ എന്തേ, എനിക്കൊരു ചെറിയ മുറി മതി എന്ന് പറയും. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ മുറി ഇതാന്ന് പറയും. ഇനിയുള്ളത് ഇതിനേക്കാൾ വലിയ മുറികളാന്ന് പറയും. എനിക്ക് എൻ്റെ ബാഗൊന്നും വയ്ക്കാനൊരു അളമാരിയും ഒരു ചെറിയ കട്ടിലും അത് മതിയായിരുന്നു എന്ന് പറയും. അളമാരി ഇത് ഇവിടെ ബാഗൊക്കെ വെച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇതിനും പട്ടികൾ അങ്ങോട്ട് നായകൾ ഓടി വരും. അപ്പോൾ 2 നായകളോട് ചോദിക്കും, നിങ്ങളെവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ കിടക്കണതിൻ്റെ അടുത്ത് മതിയായിരുന്നു കേട്ടോ എനിക്ക് എന്നും പറയും. അപ്പോൾ സ്റ്റാലി അങ്ങോട്ട് വരും. സ്റ്റാലി വന്നത് അലമാരയിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എൻ്റെ അപ്പോൾ ഈ മുറിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ലേ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. ഇനി എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ അലീന എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇത്രയും വലിയ മുറിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നാളെ പുനലൂരോ തിരുവനന്തപുരത്തോ അഞ്ചലോ എവിടെ വേണമെങ്കിലും പോയി വേണ്ട ഡ്രസ്സ് എടുക്കാം എന്ന് പറയുന്നു. എനിക്ക് ആവശ്യത്തിലുണ്ട്, അത് സാരില്ല, ആവശ്യത്തിൽ കൂടുതൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അതും സാരില്ലാന്നേ, പെൺകുട്ടികൾക്ക് ഡ്രസ്സ് അധികമൊന്നും ഒരു പെൺകുട്ടികളും പറയില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, കീറിയ ഉടുപ്പ് തുന്നിയിട്ടിട്ടുണ്ട്, അത് തുന്നാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്, പുതിയൊരു ഉടുപ്പിന് വേണ്ടി കൊതിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ എനിക്ക് ഇതൊന്നും അന്നില്ലാത്ത ഉടുപ്പുകളൊന്നും ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ സ്റ്റാലിൻ്റെ മുഖം മങ്ങും. സ്റ്റാലി പറയും, സോറി, എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെയൊന്നും, എൻ്റെ മകൾ ഇങ്ങനെ കഷ്ടത്തിലാണ് ജീവിച്ചതെന്നും ഇങ്ങനൊരു മകളുണ്ടെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയും. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്ക് എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറയും. എന്നിട്ട് വീണ്ടും പറയും, അതിനിപ്പോൾ അലീനനെ ഈ വീടും മറ്റുള്ള റൂമുകളും കുളവും
എസ്റ്റേറ്റും എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കണം കേട്ടാന്ന് പറയും. ആ ശരി സാർ, എല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ഈ ബാലചന്ദ്രൻ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, വണ്ടി സൈഡിൽ നിർത്തി ഇങ്ങനെ കരയിന്, ഭയങ്കര വിഷമം. ആ സമയത്ത് മനു ഫോൺ ചെയ്യും. ആ മനു എന്താടാന്ന് ചോദിക്കും. അങ്കിൾ എവിടെയാന്ന് ചോദിക്കും. ഞാൻ പുനലൂരിൽ നിന്ന് വരുമെന്ന് പറയും. അവിടെ വിട്ടിട്ട് പോന്നോന്ന് ചോദിക്കും. ആ പോന്നു. എന്ത് പറഞ്ഞു? ആ ബന്ധുക്കളൊക്കെ അലീനെ സ്വീകരിച്ചോ? അതൊന്നും അറിയില്ല. അയാളും അയാളുടെ കുറച്ച് ജോലിക്കാരും മാത്രമുള്ള എസ്റ്റേറ്റിൽ എന്ന് പറയും. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ അറിയുമ്പോഴോ പ്രശ്നമാവില്ലേന്ന് ചോദിക്കും. പ്രശ്നമാവണമെങ്കിൽ അയാൾ സോൾവ് ചെയ്യട്ടാ, നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ എന്ന് പറയും. കുറച്ച് അയാളുടെ കാര്യങ്ങൾ അയാൾ ചെയ്യട്ടെ, നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടല്ലോടാ മനു എന്ന് പറയും. പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അവിടെ നല്ല സുഖമായിട്ട് ജീവിക്കണ എന്ന് പറയണേ. നീ എവിടെയാന്ന് ചോദിക്കും. ഞാനിവിടെ കടപ്പാട്ടൂരുണ്ട്. ആ നീ ഉണ്ടോ? അത് നന്നായി എന്ന് പറയും. ഞാനിന്ന് വരില്ലടാ എന്ന് പറയും. അതെന്താന്ന് പറയും. ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിക്കും ഞാൻ. ഇന്നെനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അല്ലാത്തൊരു മാനസികാവസ്ഥ, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ. ഇവിടെ എവിടെയെങ്കിലും തനിച്ച് വന്നിരിക്കണം കുറേ നേരം എന്ന് പറയും. ആ ഞാൻ വൈജാൻറ്റിനെയും കൊണ്ട് വന്നാണ്. ഓ വന്നോ എന്ന് ചോദിക്കും. ആ വന്നിട്ടുണ്ട്. വന്ന വഴിക്ക് തന്നെ കയറി ആധിപത്യം തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് പറയും. ആണോ എന്ന് പറയും. ആ എല്ലാം ജയിച്ചിന് വന്നേക്കണത്. അലീന ശത്രു നമ്പർ 1 ശത്രു പോയല്ലോ, അതുകൊണ്ട് തന്നെയെന്ന് പറയും. എന്ത് നമ്പർ 1 ശത്രു? അവൾ ഇന്നൊരു ദിവസമല്ലേടാ ജയിക്കുള്ളൂ, നാളെ തുടങ്ങി അവൾ തോറ്റ് തൊപ്പിടാൻ പോകുന്ന അവൾ അറിയുന്നില്ലല്ലോ. ആ ഇന്നത്തെ ഒരു ദിവസം അവളവിടെ അഹങ്കരിക്കട്ടെ, അതിനുള്ളൊരവസരമാണ് ഇന്ന് മാത്രം എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു. ആ അങ്കിളിൻ്റെ ഇഷ്ടം, ഞാൻ എന്ത് പറയാനാണെന്ന് പറഞ്ഞ് മനു ഫോൺ വയ്ക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ബാലചന്ദ്രൻ്റെ കമ്പ്യൂട്ടറൊക്കെ നോക്കി കണക്കുകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നു. അപ്പോൾ അതിൽ കിട്ടും അലീനയ്ക്ക് കൊടുത്ത സ്വർണത്തിൻ്റെയും എടുത്ത ഡ്രസ്സിൻ്റെയും കണക്കൊക്കെ. 15 ലക്ഷം രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ അലീന വൈജയന്തി അവിടെ കിടന്ന് കളി തുള്ളണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്, ഇതെനിക്കൊന്ന് അറിയണമായിരുന്നു. ഒരു വേലക്കാരിക്ക് 15 ലക്ഷം രൂപ, 7000 രൂപയുടെ ഡ്രസ്സ്, ബാക്കി സ്വർണം, ഇതെന്ത് മര്യാദയാണ്, ഇതെവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. ഇത്രയും ധൈര്യം എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുനിന്ന് ഒരു വേലക്കാരിക്ക് കൊടുത്തതെന്നൊക്കെ മനുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ചാടിത്തുള്ളണ്. അപ്പോൾ ബബിത പറയും, അതെ അലീന ചേച്ചി ഒന്നും ചോദിച്ചിട്ടല്ല, ഞങ്ങളാണ് ഇതൊക്കെ അണിയിച്ചൊരുക്കി ഇവിടുന്ന് വിട്ടതെന്ന് പറയും. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ സത്യങ്ങൾ എനിക്കറിയണം. ഒരു വേലക്കാരിക്ക് ഇത്രയും കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ അലീന അവിടുത്തെ വേലക്കാരിയല്ല എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ തീർത്ത് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കും, എനിക്കൊരാളെയും പേടില്ല. ആ ചോദിക്കണം കേട്ടോ എന്ന് മനു പറയുന്നു. ചോദിക്കണം ആൻറ്റി, ചോദിച്ചിട്ട് കിട്ടുന്നത് വയറ് നിറച്ച് മേടിച്ചും വെച്ചോളാം എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞ് മനു ദേഷ്യപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.